ഗുഡ് മോർണിംഗ്. എണീറ്റ് ഒന്ന് ഫ്രഷ് ആവാം. അടുത്ത് നേരെ പോയി ഫുള്ളൊന്ന് ചെക്ക് ചെയ്യണം. യെസ്, ഇവിടെ ചുമ്മാ നോയിക്കൊണ്ടിരിക്കുക. എന്തോ വിശക്കണില്ല ഇരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ മറ്റേ പുള്ളി വരും, പുള്ളിയെ കാത്തിരിക്കുന്നു. പിന്നെ എന്നെ പോയൊന്ന് താഴെ പോയൊന്ന് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു. കാരണം എന്താണെന്ന് അറിഞ്ഞൂടാ, വീഡിയോ ചെറുതായി പോണു, ഒന്നും ചെയ്യണില്ലായിരിക്കും. ഞാൻ വലുതായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ എടുക്കാത്തത്. നോക്കിയപ്പോൾ ഇന്നലെ ഞാനൊക്കെ തൊട്ട് 5 മിനിറ്റ് 3 മിനിറ്റ് 8 മിനിറ്റാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. ഇത് ചെയ്യാനാ ഇനി അടുത്തോട്ട് മാക്സിമം ട്രൈ ചെയ്യും. യെസ്, പിന്നെ ഞാൻ പോയി താഴെ പോയി ഒന്ന് റൗണ്ട് കണ്ടിട്ട്, ഞാൻ റൗണ്ട് അടിക്കുന്നത് ഞാൻ എടുക്കാത്തതാണ്. ചില സമയത്തൊക്കെ 15-16 മിനിറ്റ് ആവും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ അവോയ്ഡ് ചെയ്യണത്. 2-3 ദിവസം ചെക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ലോ ആവണം എന്ന് പറഞ്ഞാൽ ചെറിയ വീഡിയോ ആവണം. കാര്യമില്ല നമുക്ക്, കാരണം ഇവിടെ തന്നെ ഇരിക്കുന്നതല്ല, പുറത്തിറങ്ങണില്ല. അതാണ് സത്യം, മെയിൻ സത്യം എന്ന് പറഞ്ഞാൽ അതാണ്. അതുകൊണ്ടാണ് അത്രയും ചെറുത് പറയണത്. എന്നും ഒരേ സാധനം കാണിച്ച് ബോറാക്കണ്ടെന്ന് വിചാരിച്ചാണ് അങ്ങനെ ചെറുതാക്കണത്. ഇനി കുഴപ്പമില്ല, ഇനി പോയി താഴെ പോട്ടെ. യെസ്, താഴെ പോയി നോക്കിയിട്ട് coming. Okay. നമ്മൾ കൂടെയുള്ള ഓപ്പറേറ്റർ വന്നു. യെസ്, അതാണ് പുതിയ സെക്യൂരിറ്റിയാണ്. യെസ്, ആദ്യമായിട്ടാണ് കാണുന്നത്. അവർ ഇന്നലെ വന്നേ ഉള്ളൂ, ഇന്നലെ കണ്ടില്ല. അവർ മറ്റേ നമ്മളാ കാർഡ് ചോദിക്കുന്നു. നമ്മളിവിടെ ഉള്ളതല്ലേ, നമ്മളെ തന്നെ ഇപ്പം അങ്ങനെ ആരും ചോദിക്കണമെന്നാണ്. നമ്മൾ പിന്നെ ഇവിടെ തന്നെ ഇരിക്കുന്നതുകൊണ്ട് പിന്നെ ഇവിടെ അങ്ങനെ പോകില്ല. നമ്മൾ കാർഡ് വാങ്ങിച്ചിട്ട് ഇവിടെ തന്നെ അങ്ങ് ഇരിക്കും. കാരണം അവരേൽ കാർഡിരുന്നാലും എല്ലാ ദിവസവും ഇരിക്കണം, നമുക്കും ആവശ്യമുള്ളതല്ലേ. ഇവിടെ വാങ്ങിക്കില്ല, ഇവിടെ ഉള്ളതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. എന്നാ വന്നു. യെസ്, ഇതിന് ശലം വെള്ളം ഒഴിച്ചങ്ങ് പറഞ്ഞു. ചെറുതായിട്ടും കുടഞ്ഞങ്ങ് വിട്ടാൽ മതി. എന്നിട്ട് ബാക്കി വീണ്ടും പോയി നോക്കണം, എൻ്റെ കൂടെ അങ്ങ് പോകും. ചെറുതായിട്ട് വെള്ളം കുടഞ്ഞു വിട്ടേ ഉള്ളൂ, എല്ലായിടവും അങ്ങ് ഒഴിച്ചില്ല. കണ്ടാ പോയി പുള്ളിയിലൂടെ അങ്ങ് പോകണം. ജസ്റ്റ് അയ്യോ, ഇനി പോയൊന്ന് ഇതൊക്കെ നോക്കണം, എഴുതണം ഈ സമയത്തുള്ള. പുതിയ ഏതോ ടീം പോയി, ക്ലോറിനേഷൻ്റെയും തോന്നുന്നു, പോയി നോക്കണം. എൻ്റെ ക്യാപ്പല്ല ഞാൻ വെച്ചുകൊണ്ടുവന്നു, ക്യാപ്പേ മാറിപ്പോയി. ഇപ്പം നോക്കിയപ്പോൾ സൈസ് വ്യത്യാസം. ശരി, ഞാൻ പോയി നോക്കട്ടെ, വേറെ ടീമാണെന്ന് നോക്കട്ടെ. ക്ലോറിനേഷൻ നമ്മളല്ല, കുഴപ്പമില്ല. കണ്ട വെള്ളം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതെന്ന് തോന്നുന്നു. നേരത്തെ ഫുഡ് കഴിക്കാൻ പോകണം, വിശന്നിരിക്കുന്നു. ടൈം കുറേ ഇന്ന് ലേറ്റായി, 1 മണി അടുപ്പിച്ചേ. അയ്യോ, നല്ല വിശക്കുന്നു. അവിടെ ഇരുന്നിരുന്ന് സമയം പോയതേ അറിഞ്ഞില്ല. അയ്യോ, തളർന്നു. നേരത്തെ ഫോൺ ഫുൾ ചാർജായി, എടുക്കുകയും ചെയ്ത് നേരെ തിരിച്ച് പോകണം. യെസ്, ഇപ്പോൾ ഒന്ന് ഫുള്ള് ചെക്ക് ചെയ്യണം. ജസ്റ്റ് സൈഫോ ഒന്ന് ഓപ്പൺ ചെയ്യണം. യെസ്, ഒരു 30 പോയിന്റ് കൂട്ടണം, 40 കൂട്ടണം. പരിപാടി എന്ന് പറഞ്ഞാൽ പോയി ഒന്ന് റൗണ്ട് അടിക്കണം. അതെ, നോക്കട്ടെ, കേൾക്കാം.
കയറാമോ ഇല്ലേന്ന് അറിഞ്ഞുകൂടാ. നമ്മൾ കയറി നോക്കൂല അങ്ങനെ. അത് കുറെ നാളായി വീഡിയോ എന്തായിട്ട് ചുമ്മാ കയറുന്ന ഒരാവശ്യമില്ല. ഇവിടെയാണ് നോക്കാൻ. ഓക്കെ, പുതിയത് കുഴപ്പമില്ല, സെറ്റാണ്. ഇത്ര തന്നെ നോക്കണം, അങ്ങോട്ടൊന്നും പോകില്ല. ഇവിടെ നിന്നാണ് ലീക്ക് പറഞ്ഞത്. ഇവിടെ തന്നെ ഇവിടെ അവരൊന്ന് നോക്കി തന്നെ. ഇവിടെ ഒന്നും വലിയ കുഴപ്പം വരില്ല. വാറണമെങ്കിൽ അതിശാലം പുറത്ത് വന്നാലേ പ്രശ്നമുള്ളൂ ഈ സാധനം. ഇടയ്ക്കാണ് ഞാൻ കാണിച്ചിരുന്നു, ഇടയ്ക്കുള്ള ഇതിൻ്റെ വീഡിയോയിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു ലീക്കിൻ്റെ. പ്രാവശ്യം കൊണ്ട് പുറത്ത് വന്നത്. ഇനി അടുത്ത ഇവിടുത്തെ പരിപാടി ഇനി അടുത്ത് പോയി ചെടിക്ക് വെള്ളം ഒഴിക്കും. ചെടിക്ക് വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് ഇനി പോയി വെള്ളം കുടിച്ച് സെറ്റാക്കും. ഇത് തന്നെ പരിപാടി. ഡ്രൈനേജ് എടുക്കാൻ അതിൻ്റെ ഫോട്ടോ എടുത്ത് അയക്കാറുണ്ട്. ഞാൻ അങ്ങനെ ഒരു കോള് വന്നു, ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കും അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടോ ഇല്ലയോ. അത് ചെന്ന് നോക്കട്ടെ. പെർഫെക്റ്റ്. പക്ഷെ കാണാൻ വേണ്ടി ഭംഗിയായിട്ടൊന്നുമില്ല. അതിന് മറ്റേ കാർമേഹമൊക്കെ വേണം, എന്നാലേ അടിപൊളിയായിട്ടിരിക്കുള്ളൂ. കണ്ട, കാണാൻ വേണ്ടി വലിയ രസത്തിനില്ല. പക്ഷേ സൺസെറ്റ് കാണാൻ വേണ്ടി ഭംഗി വേണമെങ്കിൽ മറ്റേ കാർമേഹമൊക്കെ വന്ന് കിടന്ന് ഇരുണ്ട്. എന്നാൽ ഈ സൈഡൊന്നും അടിപൊളിയായിരുന്നേന്. ഈ സൈഡ് ചെറിയ കാർമേഹം വെള്ള ഇതിലുണ്ട്. പക്ഷെ അവിടെ പറയുമ്പോൾ അടിപൊളിയായിരിക്കും, ലുക്ക് മാറും അതിന്. ഇനി പോയി അടുത്ത് ലൈറ്റൊക്കെ ഓണാക്കണം, അഡ്ജസ്റ്റ് ചെയ്യണം. 20 പോയിന്റ് കുറയ്ക്കണം, അത് അവർ ചെയ്തോ. ഇനി ലൈറ്റൊക്കെ ഇട്ട് സെറ്റാണ്. പരിപാടിയൊന്നുമില്ല, ഇവിടെ തന്നെ ഇരിക്കണം. ഇനി കുറച്ച് നേരമൊക്കെ ഗെയിം കളിച്ചിപ്പം ഇതിൽ സീസണിൽ CS റാങ്കിൽ സീസൺ മാറി. ഇനി അതും കുറച്ച് കളിക്കണം. ഭയങ്കര ഹാക്കർ, ഒരു രക്ഷയില്ല. 5 കളിയിൽ 3 കളി ഹാക്കർ, ഒരു രക്ഷയില്ല. ഇപ്രാവശ്യം ഭയങ്കര ഹാക്കർ. അല്ലെങ്കിൽ ഇത്രയൊന്നും വരണമല്ല, ടഫ് പ്ലെയർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ടഫ് പ്ലെയറിൻ്റെ കൂടെ കളിക്കാൻ പറ്റണില്ല. കളി ഫോമായിട്ട് നിൽക്കുന്ന പ്ലെയർ ഹാക്കർ. അങ്ങനത്തെ ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു 2 റൗണ്ടൊക്കെ അടിച്ച് നമ്മൾ എടുത്ത് വരുമ്പോൾ ഹാക്കറിൻ്റെ കളി തുടങ്ങും. ഇപ്പോൾ രണ്ടും കെട്ട അവസ്ഥയായി കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗായ്സ്. കളിച്ച് നോക്കാം, അത്ര തന്നെ. അപ്പോൾ ബൈ.